വികാസം കൊണ്ട നീലത്താമരയുടെ സമീപം ഒരു സ്വർണ്ണാമ്പൽ പോലെ സീത പ്രശോഭിച്ചു. ദേവവാക്യങ്ങളും കാഹളങ്ങളും മുഴക്കി ദേവസമൂഹം തങ്ങളുടെ ആനന്ദം പ്രകടിപ്പിച്ചു. വിഭീഷണൻ പുഷ്പകവിമാനത്തിൽ നഗരത്തിലേക്കു പോയി സീതാദേവിക്കു ഉചിതമായ വസ്ത്രങ്ങളും ആഭരണങ്ങളും കൊണ്ടുവന്നു. രാമൻ ആ രഥം ആകാശത്തിൽ വളരെ ഉയരത്തിൽ കൊണ്ടുപോയി നിർത്തി. അതിൽ നിന്നും ഈ അമൂല്യവസ്തുക്കൾ താഴെയുള്ള ജനങ്ങളുടെ മേൽ വർഷിക്കുവാൻ ആവശ്യപ്പെട്ടു. രാമനിർദ്ദേശപ്രകാരം വിഭീഷണൻ പ്രവർത്തിച്ചു. തങ്ങളുടെ ശരീരത്തിലോ അടുത്തോ വീണിട്ടുള്ളതെല്ലാം വാനരന്മാർ പിടിച്ചെടുത്തു. ഈ രത്നക്കല്ലുകൾ പഴുത്തുപാകം വന്ന ചുവന്ന പഴങ്ങളാണെന്ന് അവർ തെറ്റിദ്ധരിച്ചു. രുചിച്ചു നോക്കിയപ്പോൾ കല്ലാണെന്ന് മനസ്സിലായ ഉടനെ അവർ മടുപ്പോടെ അവ വലിച്ചെറിഞ്ഞു. രാമനും സീതയും ഈ തമാശ ആസ്വദിച്ച് സഹാനുഭൂതിയോടെ ചിരിക്കുകയും ചെയ്തു. വാനരന്മാരും ലക്ഷ്മണാരും തങ്ങൾക്ക് കിട്ടിയ വസ്ത്രങ്ങൾ വാരിവലിച്ച് അണിഞ്ഞു. നന്ദിയോടുകൂടി രാമന്റെ അടുത്തടുത്തു ചെന്നു. പല വർണ്ണങ്ങളിലുള്ള ഉടുപ്പുകൾ ധരിച്ചുകൊണ്ട് അവർ ഹർഷോന്മാദത്താൽ നൃത്തം ചെയ്തു. രാമൻ അവരെ അഭിനന്ദിച്ചു. സകരുണം അരുളി, അല്ലയോ വാനരന്മാരെ, നിങ്ങളുടെ പരാക്രമവും ശക്തിയും വഴി രാവണനെ വധിച്ച് വിഭീഷണനെ ലങ്കയുടെ സിംഹാസനത്തിൽ ആരോഹണം ചെയ്യിക്കാൻ എനിക്ക് കഴിഞ്ഞു. ഇനി നിങ്ങൾക്കെല്ലാം സ്വന്തം മന്ദിരങ്ങളിലേക്ക് മടങ്ങിപ്പോകാവുന്നതാണ്. ഞാൻ എല്ലായ്പ്പോഴും നിങ്ങളുടെ കൂടെയുണ്ടാവും. ഇനിമേൽ നിങ്ങൾക്ക് ഭയമേ ആവശ്യമില്ല. നിങ്ങൾ യാതൊരാളെയും യാതൊരാപത്തിനെയും ഭയപ്പെടേണ്ട അവസരം ഉണ്ടാവുകയില്ലെന്ന് ഞാൻ ഉറപ്പു നൽകുന്നു. തന്റെ അനശ്വരമായ രക്ഷണം അവർക്ക് വാഗ്ദാനം ചെയ്തുകൊണ്ട് രാമൻ തന്റെ കരുണാമസൃണമായ ഭാവത്താൽ അവരെ ആശ്വസിപ്പിച്ചു. തങ്ങളുടെ മേൽ ചൊരിഞ്ഞ പ്രേമത്താലുള്ള കൃതജ്ഞതയിൽ വാനരന്മാരും മറ്റുള്ളവരും ആകുലരായി. അവരുടെ മനസ്സിന്റെ എല്ലാ കെട്ടുപാടുകളും നശിച്ചു. അവർ ഭക്ത്യാദരപൂർവ്വം കൈകൂപ്പിക്കൊണ്ടു പറഞ്ഞു, പ്രഭോ, അവിടുത്തെ വാക്കുകൾ ഗാഠീരത്വത്തിന് ഗുണമായി തന്നെയിരിക്കുന്നു. അവ ഞങ്ങളെ കുഴപ്പത്തിലാക്കുന്നു, മുഖതാരാക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ അശക്തരാണ്. അവിടുന്ന് ഞങ്ങളുടെ പാലകനും രക്ഷിതാവുമാകുന്നു. അവിടുന്ന് മൂന്നു ലോക ഞങ്ങളുടെയും ഭരണം നടത്തുന്നു. ഈച്ചയ്ക്കും ഗരുഡനെ സഹായിച്ചുവെന്നവകാശപ്പെടാൻ സാധിക്കുമോ? തന്റെ പ്രകാശത്താലാണ് സൂര്യൻ വെളിപ്പെട്ടതെന്ന് ഒരു ദീപത്തിന് അവകാശപ്പെടാനാവുമോ? വാനരന്മാർ രാമന്റെ പാദങ്ങളിൽ വീണു നമസ്കരിച്ചു. കണ്ണുനീരൊഴുക്കിക്കൊണ്ട് അവർ അവിടെ നിന്നു. രാമന്റെ സന്നിധിയിൽ നിന്നും വിട്ടുപോകാൻ വിനമനസ്സുകളായിരുന്നെങ്കിലും വാനരന്മാർക്കും ലക്ഷ്മണർക്കും രാമന്റെ കൽപ്പന അനുസരിക്കപ്പെടേണ്ടതാണെന്ന് ബോധ്യപ്പെട്ടു. നിരന്തരമായ അനുഗ്രഹം വാങ്ങിവെച്ചുകൊണ്ടും രാമരൂപം മനസ്സിൽ മുദ്രിതമാക്കിക്കൊണ്ടും അവർ ആനന്ദവും ശോകവും ഇടകലർന്ന വികാരങ്ങളോടുകൂടി സ്വമന്ദിരങ്ങളിലേക്ക് തിരിച്ചു. നളൻ, സുഗ്രീവൻ, ഹനുമാൻ, വിഭീഷണൻ എന്നിവർക്കും മറ്റ് നായകന്മാർക്കും യോദ്ധാക്കൾക്കും അവരുടെ വികാരങ്ങൾ വാക്കുകളിൽ പ്രകടിപ്പിക്കാൻ കഴിഞ്ഞില്ല. തങ്ങളുടെ മനോവ്യഥ നിയന്ത്രിക്കാൻ ശ്രമിച്ചുകൊണ്ട് രാമന്റെ മുഖത്തുതന്നെ ദൃഷ്ടിയുറപ്പിച്ച് അവർ നിശബ്ദരായി നിന്നു. അവരുടെ സ്നേഹത്തിന്റെയും ബന്ധത്തിന്റെയും ആഘാതത കണ്ട് രാമൻ അവരെയും പുഷ്പകവിമാനത്തിൽ കയറ്റി. 29 സന്തുഷ്ടയായ അയോധ്യ. പുഷ്പകവിമാനം ആകാശത്തിൽ പറന്നുയർന്ന് ഉത്തരദിക്കിലേക്ക് തിരിഞ്ഞു. അത് പുറപ്പെട്ട അവസരത്തിൽ വലിയ പ്രക്ഷുബ്ധാവസ്ഥയുണ്ടായിരുന്നു. വാനരസമൂഹം ജയരാമ, ജയസീത, ജയലക്ഷ്മണ എന്ന ആശംസകൾ ഇടിമുഴക്കത്തിന്റെ ശബ്ദത്തിൽ ഉദ്ഘോഷിച്ചു. വിമാനത്തിന്റെ ഉള്ളിൽ മനോഹരമായ ഒരു രത്നസിംഹാസനമുണ്ടായിരുന്നു. സീതയും രാമനും അതിലിരുന്നിരുന്നു. അവർ സുമേരുശിഖരത്തിൽ സ്ഥിതി ചെയ്യുന്നതും മിന്നൽപ്പിണരോടുകൂടിയതുമായ മേഘം പോലെ എല്ലാവർക്കും പ്രത്യക്ഷപ്പെട്ടു. രാമൻ സീതയുടെ ശ്രദ്ധ താഴെയുള്ള പടക്കളത്തിലേക്ക് ക്ഷണിച്ചു. അവിടുന്ന് പറഞ്ഞു, അതാ അവിടെ വെച്ചാണ് ലക്ഷ്മണൻ മേഘനാഥനെ തോൽപ്പിച്ചു വധിച്ചത്. അതുപോലെയുള്ള പരാക്രമരംഗങ്ങളായിരുന്ന മറ്റു പല സ്ഥലങ്ങളും വിജയങ്ങൾക്കും രാമൻ കാണിച്ചുകൊടുത്തു. സമുദ്രലംഘനത്തിനായി വാനരന്മാർ നിർമ്മിച്ചിരുന്ന ചിറയും സീതയ്ക്ക് കാണിച്ചുകൊടുക്കുകയുണ്ടായി. വാനരന്മാരുടെ വീരപരാക്രമങ്ങൾ, ഭക്തി, വിശ്വാസം എന്നിവയെപ്പറ്റി അവിടുന്ന് അവർക്ക് വിവരിച്ചുകൊടുത്തു. വളരെ വേഗം വിമാനം ദണ്ഡകാരണ്യത്തിലെത്തി. അഗസ്ത്യന്റെയും മറ്റു മഹർഷിമാരുടെയും ആശ്രമങ്ങൾക്കു മുമ്പാകെ വിമാനം നിർത്താൻ രാമൻ ആവശ്യപ്പെട്ടു. സീതയോടും ലക്ഷ്മണനോടും യാത്രാസംഘത്തിലെ മറ്റംഗങ്ങളോടും കൂടി രാമൻ ദിവ്യരായ ആ മഹർഷിമാരെ സന്ദർശിച്ച് ഭക്ത്യാദരങ്ങൾ പ്രദർശിപ്പിക്കുകയുണ്ടായി. അവരിൽ നിന്നും യാത്രാനുമതി ലഭിച്ചതിനുശേഷം വീണ്ടും വിമാനത്തിലേറി ചിത്രകൂടാചലത്തിലെത്തി. അവിടെയും അദ്ദേഹം ഇറങ്ങി മഹർഷിമാരെ നമസ്കരിച്ച് യാത്ര തുടർന്നു. വിമാനത്തിൽ നിന്നു കിഷ്കിന്ധാനഗരിയെ രാമൻ സീതയ്ക്ക് കാണിച്ചുകൊടുത്തു. പുഷ്പകം അതിവേഗം സഞ്ചരിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ രാമൻ സീതയ്ക്ക് യമുന, ഗംഗ എന്നീ പുണ്യനദികളെയും കാണിച്ചുകൊടുത്തു. സീത ആ പുണ്യനദികളെ മനസ്സാ ആരാധിച്ചു. ക്ഷണം തന്നെ യമുനയുടെയും ഗംഗയുടെയും സംഗമസ്ഥാനമായ പ്രയാഗ അവർക്ക് കാണാൻ കഴിഞ്ഞു. ആ സ്ഥാനത്തുനിന്നു തന്നെ അയോധ്യാനഗരിയുടെ ഒരു വിദൂരദർശനം സാധ്യമായി. രാമലക്ഷ്മണന്മാരുടെയും സീതയുടെയും തിരിച്ചുവരവ് കാണാൻ കൊതിച്ചുകൊണ്ടിരുന്ന നിഷാദവർഗ നായകനായ ഗുഹൻ ആകാശത്തിൽ പുഷ്പകവിമാനത്തെ കണ്ട നിമിഷം തന്നെ കൃതജ്ഞതാദരങ്ങളോടെ നിലത്ത് ദീർഘദണ്ഡ നമസ്കാരം ചെയ്തു. ഹാ,
അത്ഭുതം! പുഷ്പകം അപ്പോൾ ആ സ്ഥാനത്ത് ഇറങ്ങി. ഗുഹൻ ഓടിച്ചെന്ന് രാമപാദങ്ങളിൽ നമസ്കരിച്ചു. അദ്ദേഹത്തിന്റെ നയനങ്ങളിൽ നിന്ന് ബാഷ്പപ്രവാഹമുണ്ടായി. അദ്ദേഹത്തിന് ആനന്ദം അടക്കി നിർത്താൻ കഴിഞ്ഞില്ല. അദ്ദേഹം എഴുന്നേറ്റ് ഹർഷോന്മാദത്താൽ രാമനെ ആശ്ലേഷിച്ചു. സീതയും രാമനും ലക്ഷ്മണനും നിഷാദവർഗതലവനിൽ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു. അവർ ആ പുണ്യനദിയിൽ സ്നാനം ചെയ്തു. ഗംഗാനദി കടക്കാൻ തോണി തയ്യാറാക്കാനായി രാമൻ ഗുഹനോട് ആജ്ഞാപിച്ചു. രാവണൻ പിടിച്ചെടുത്ത് ഉപയോഗിക്കുന്നതിനു മുമ്പ് പുഷ്പകവിമാനം കുബേരന്റേതായിരുന്നു. ഇപ്പോൾ അത് അതിന്റെ ഉടമസ്ഥന് തന്നെ തിരിച്ചുകൊടുത്തു. വനവാസശേഷം നഗരപ്രവേശനത്തിനായി ഒരു ദിവസം കൂടി ബാക്കിയുണ്ടായിരുന്നു. അതുകൊണ്ട് രാമൻ ഹനുമാനെ വിളിച്ച് ബ്രാഹ്മണവേഷധാരിയായി അയോധ്യയിലേക്ക് ചെല്ലാനാവശ്യപ്പെട്ടു. ഭരതനോട് രാമന്റെയും മറ്റുള്ളവരുടെയും വിവരങ്ങൾ അറിയിക്കുകയും അയോധ്യയിൽ നിന്നും ഭരതനെ സംബന്ധിക്കുന്ന വിവരങ്ങൾ ശേഖരിക്കുകയുമായിരുന്നു ഹനുമാന്റെ ദൗത്യം. ഹനുമാൻ ക്ഷണം പോയി. സീതയോടും ലക്ഷ്മണനോടും കൂടി രാമനും മറ്റുള്ളവരും ഭരദ്വാജാശ്രമത്തിലേക്ക് പ്രവേശിച്ചു. ആ മഹർഷിയുടെ ആതിഥ്യവും നന്ദിയും സ്വീകരിച്ചു. ഹനുമാൻ അയോധ്യാനിവാസികളെ മെലിഞ്ഞും ക്ഷുത്പീഡിതരായും വിഷണ്ണരായും ചുണ്ടകെട്ടവരുമായാണ് കണ്ടത്. രാമന്റെ അസാന്നിധ്യത്തിൽ അവർ ഭക്ഷണപാനീയങ്ങളൊന്നും വേണ്ടപോലെ ആഹരിച്ചിരുന്നില്ല. നഗരത്തിലുടനീളം ജനങ്ങളുടെ ഞരക്കങ്ങളും വിലാപങ്ങളും മാത്രമേ കേൾക്കാനുണ്ടായിരുന്നുള്ളൂ. ഒരാൾക്കും മറ്റൊരാളെ സമാശ്വസിപ്പിക്കാനോ ശുശ്രൂഷിക്കാനോ പോകാൻ കഴിഞ്ഞിരുന്നില്ല. കാരണം കുറച്ചുദൂരം നടക്കാൻ പോലും അവർക്ക് ശേഷിയുണ്ടായിരുന്നില്ല. മാത്രമല്ല, ഒരാൾക്കും തന്നെ അന്യരെ ശുശ്രൂഷിക്കാനോ സാന്ത്വനപ്പെടുത്താനോ ഉള്ള ആഗ്രഹമോ പ്രാപ്തിയോ ഉണ്ടായിരുന്നില്ല. സന്തോഷകരമായ സംഭവത്തിന്റെ ചില മുന്നറിയിപ്പ് ഭരതനുണ്ടായി. അദ്ദേഹത്തിന്റെ വലതുകണ്ണ് വിറച്ചു. വലതുഭുജത്തിനും അതേ ലക്ഷണമുണ്ടായി. രാമന്റെ അയോധ്യാപ്രവേശത്തെ സംബന്ധിച്ച വിശേഷ വാർത്ത വരുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നു. നാടുകടത്തലിന്റെ കാലാവധി അവസാനിക്കാൻ ഒരു ദിവസം കൂടിയുണ്ടല്ലോ എന്ന് അദ്ദേഹം വേദനിച്ചു. രാമൻ എവിടെയെത്തി എന്നതിനെ സംബന്ധിച്ച് തന്നെ അറിയിക്കാൻ അവിടുന്ന് ആരെയും അയക്കാതിരുന്നതിനെപ്പറ്റി അദ്ദേഹം അസ്വസ്ഥനായിരുന്നു. എപ്പോഴും രാമനീതിയിൽ കഴിയുവാനും ആ പാദപത്മങ്ങളെ ശുശ്രൂഷിക്കാനും കഴിയുന്നതുകൊണ്ട് ലക്ഷ്മണൻ എത്ര ഭാഗ്യവാനാണെന്ന് ഭരതൻ തന്നോട് തന്നെ പറയാറുണ്ടായിരുന്നു. സ്വാമി എന്നെ നഗരത്തിലേക്ക് തള്ളിയ കാരണം ഞാനൊരു മിഥ്യാചാരനാണ്. എന്റെ സ്വാമി ആദ്യം മൃദുവും മാധുര്യവുമാകുന്നു. അടിച്ചമർത്തപ്പെട്ടവരും അധസ്ഥിതരുമായവരുടെ കരുണാമയനായ ബന്ധുവാണവിടുന്ന്. രാമൻ കരുണാമൂർത്തി തന്നെയാണ്. അവിടുന്ന് തീർച്ചയായും നാളെ വരും. ഭരതൻ സ്വയം ആശ്വസിച്ചു. ആ ഘട്ടത്തിൽ ബ്രാഹ്മണവേഷത്തിലെത്തിയ ഹനുമാൻ ദൃഷ്ടിയിൽപ്പെട്ടു. ഭരതന്റെ സ്ഥിതി കണ്ടപ്പോൾ ഹനുമാൻ പുളകിതഗാത്രനായി. ഭരതന്റെ ശരീരം ശോഷിച്ചിരുന്നു. അദ്ദേഹം ഉൾക്കണ്ണുകൊണ്ട് തളർന്നിരുന്നു. തലമുടി ജടപിടിച്ചു. നിലയ്ക്കാത്ത കണ്ണുനീർ തൂകിയിരുന്നു. ഇത്രയും സമർപ്പിതാത്മാവായ ഒരാളെ കണ്ടതുകൊണ്ട് ഹനുമാൻ ആനന്ദപൂർണനായി. ഹർഷോന്മാദം കൊണ്ട് അദ്ദേഹം രോമാഞ്ചം കൊണ്ടു. അദ്ദേഹത്തിന്റെ ചിന്തകൾ പലവഴിക്കും ഓട്ടി. പക്ഷെ തന്റെ ആഗമനത്തിന്റെ ലക്ഷ്യം അദ്ദേഹം ഓർത്തു. ഭരതന്റെ ദാഹാർത്തമായ ശ്രോത്രത്തിൽ അദ്ദേഹം താൻ കൊണ്ടുവന്ന അമൃതവാർത്ത ഒഴിച്ചു. ഭരത, ആരിൽ നിന്നും അങ്ങ് വേർപെടുത്തപ്പെട്ടുവോ, ആർക്കുവേണ്ടി ഉറക്കവും ഭക്ഷണവുമില്ലാതെ ഈ രാവുകളും പകലുകളും പരിതപിച്ചുവോ, ഈ വർഷങ്ങളത്രയും ഓരോ നിമിഷവും ആരുടെ സദ്ഗുണങ്ങളെയും ശക്തികളെയും അങ്ങ് പ്രകീർത്തിക്കുകയും ഉരുവിടുകയും ചെയ്തുകൊണ്ടിരുന്നുവോ, ആർ ദേവകൾക്ക് രക്ഷയും മഹർഷിമാർക്ക് സുരക്ഷിതത്വവും ഉറപ്പുവരുത്തിയോ, ആർ സർവ്വലോകങ്ങളിലും സത്യവും ധർമ്മവും പരിപാലിക്കുന്നുവോ, അവിടുന്ന് രാമൻ എല്ലാ ശത്രുക്കളുടെയും മേൽ വിജയം നേടിയിരിക്കുന്നു. ദേവകൾ അദ്ദേഹത്തിന്റെ പ്രഭാവത്തെ പാടിപ്പുകഴ്ത്തുകയാണ്. കൊടുംദാഹം കൊണ്ട് ആർത്തനായുള്ളൊരു മനുഷ്യൻ വെള്ളം കണ്ടാൽ എത്ര സന്തുഷ്ടനാവുമോ, അതുപോലെ ഹനുമാൻ പറഞ്ഞത് കേട്ടപ്പോൾ ഭരതൻ ആനന്ദപൂർണനായി. യഥാർത്ഥമായും തന്നോട് സംസാരിക്കുന്ന വല്ലവരെയും താൻ ശ്രദ്ധിക്കുകയാണോ എന്നദ്ദേഹം അത്ഭുതപ്പെട്ടു. ഇത് സത്യമാണെന്ന് അദ്ദേഹം സ്വയം ഉറപ്പുവരുത്തി. ഇതെങ്ങനെ വ്യാമോഹമാവും? ഈ സുവിശേഷം കൊണ്ടുവന്നതാര്? താങ്കൾ എവിടുന്ന് വരുന്നു? കൃതജ്ഞതയോടുകൂടി സമാശ്ലേഷിച്ചുകൊണ്ട് അദ്ദേഹം ആഗതനോട് ചോദിച്ചു. ഹനുമാൻ പറഞ്ഞു, അല്ലയോ ഭരതാ, ഞാൻ വായുഭഗവാന്റെ പുത്രൻ ഹനുമാൻ. അങ്ങെന്നെ മറന്നതായി തോന്നുന്നുവല്ലോ. സഞ്ജീവനി ഗിരിയുമായി ആകാശത്തുകൂടി സഞ്ചരിച്ചിരുന്നപ്പോൾ അങ്ങയുടെ മുമ്പിൽ വീണ വാനരനാണ് ഞാൻ. ഞാൻ രാമന്റെ പാതാരവിന്ദങ്ങളുടെ സേവകനാണ്. ഈ മറുപടി കേട്ട ഉടൻ ഭരതൻ ബഹുമാനപൂർവ്വം എഴുന്നേറ്റ് തല കുനിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലയോ വാനരനായക, അങ്ങെന്റെ ദുഃഖം ശമിപ്പിച്ചിരിക്കുന്നു. അങ്ങയുടെ ദർശനം എന്റെ മനസ്സിന് ശാന്തി പ്രദാനം ചെയ്തിരിക്കുന്നു. ഹാ, ഞാൻ എത്ര ഭാഗ്യവാൻ! എനിക്ക് രാമനിൽ നിന്നും വന്ന ഒരു ദൂതനെ കാണാൻ കഴിഞ്ഞല്ലോ. ഭരതൻ കുറേനേരം ഇതേ വികാരം പ്രകടിപ്പിച്ചു. എന്റെ രാമൻ ആരോഗ്യവാനും സന്തുഷ്ടനുമാണോ? എന്റെ മാതാവ് സീത എങ്ങനെയുണ്ട്? ഹനുമാൻ, ഞാൻ എങ്ങനെയാണ് താങ്കളോട് നന്ദി പ്രകടിപ്പിക്കേണ്ടത്? താങ്കൾക്കിതിനുപകരമായി എന്താണ് നൽകേണ്ടത്? താങ്കൾക്ക് സംഭാവന ചെയ്യാൻ തുല്യമായതൊന്നും എനിക്കില്ല.
അതുകൊണ്ടെന്നെണ്ണം ഞാൻ താങ്കൾക്ക് കടപ്പെട്ടവനായിരിക്കും. ഞാൻ എങ്ങനെയാണ് ഈ കടം വീട്ടുക? എന്തുകൊണ്ടാണ് വീട്ടേണ്ടത് എന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ. രാമൻ ഇപ്പോൾ എവിടെയാണുള്ളത്? ഏതു സ്ഥലത്താണ് അവിടുന്ന് വിശ്രമിക്കുന്നത്? രാമൻ വിജയം വരിക്കാൻ പ്രദർശിപ്പിച്ച പരാക്രമങ്ങൾ എന്നോട് വിവരിച്ചു തരിക. അദ്ദേഹം അദമ്യമായ ഔത്സുക്യത്തോടെ പറഞ്ഞു. ഭരതൻ സുസ്പഷ്ടമാക്കിയ ഭക്തിയും അർപ്പണഭാവവും കണ്ട് ഹനുമാൻ വിസ്മയാധീനനായി. തന്റെ ആദരവ് പ്രകടിപ്പിക്കാനായി അദ്ദേഹം ഭരതന്റെ പാദങ്ങളിൽ പ്രണമിച്ചു. ഹനുമാൻ പറഞ്ഞു, ഭരതാ, രാമദേവൻ അയോധ്യാപുരിക്ക് വളരെ അടുത്തുള്ളത്. അങ്ങേക്ക് അവിടുത്തെ ദർശിക്കാം. അവർണ്ണനീയമാനവിധം അത്ഭുതകരമാണ് അവിടുത്തെ നേട്ടങ്ങൾ. അത് അങ്ങേക്കറിയാം. അവിടുന്ന് സദാ അങ്ങയെ സ്മരിച്ചിരുന്നു. ഹൃദയശുദ്ധിയിലും ബുദ്ധിസാമർഥ്യത്തിലും സർവ്വഗുണസമ്പന്നതയിലും അങ്ങേക്ക് തുല്യനായൊരു സഹോദരൻ ലോകത്തെവിടെയുമില്ലെന്ന് സർവ്വലോകനാഥനായ രാമൻ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ വാക്കുകളെ എങ്ങനെ നിഷേധിക്കാൻ കഴിയും? ഈ വാക്കുകൾ കേട്ട് ഭരതൻ ആനന്ദത്തിലാണ്ടു. ജ്യേഷ്ഠൻ എന്നെപ്പറ്റി അങ്ങനെയൊക്കെ പറയുകയുണ്ടായോ? ഹോ, ഞാനെത്ര ഭാഗ്യവാനാണ്! അദ്ദേഹം പറഞ്ഞു. ഹനുമാനെ വാത്സല്യപുരസ്സരം കെട്ടിപ്പിടിച്ചു. തനിക്കൊട്ടും താമസിക്കാൻ നിവൃത്തിയില്ലെന്ന് ഹനുമാൻ പറഞ്ഞു. ഭരതനോട് സമ്മതവും വാങ്ങി തിരികെ രാമസന്നിധിയിലെത്തി. താൻ കണ്ടതും കേട്ടതുമായ എല്ലാം അദ്ദേഹം രാമനെ അറിയിച്ചു. ഭരതൻ അപ്പോൾ തന്നെ ഒരുക്കങ്ങൾ ചെയ്യാനാരംഭിച്ചു. അദ്ദേഹം എപ്പോഴും വളരെ അപൂർവമായേ നിലത്ത് കാലുറപ്പിച്ച് നിന്നുള്ളൂ. തിരക്കായി ഓട്ടി നടന്നു. അദ്ദേഹം നന്ദിഗ്രാമത്തിൽ നിന്നും അയോധ്യയിലെത്തി കുലഗുരു വസിഷ്ഠനെ നമസ്കരിച്ചുകൊണ്ട് രാമൻ അയോധ്യയിൽ പ്രവേശിക്കുന്ന വിവരം അറിയിച്ചു. അന്തഃപുരത്തിൽ ഓടിച്ചെന്ന് രാമനും സീതയും ലക്ഷ്മണനും വരുന്നുണ്ടെന്ന വിവരം 3 അമ്മമാരെയും അറിയിച്ചു. അമ്മമാർ ക്ഷണമെഴുന്നേറ്റു. അവർ ആനന്ദമഗ്നരായി. ഈ സുവിശേഷം എല്ലാവിധത്തിലും നഗരത്തെ മുഴുവൻ അറിയിക്കണമെന്ന് ഭരതൻ ആജ്ഞാപിച്ചു. മിന്നൽ വേഗത്തിൽ ഈ വാർത്ത എല്ലാവരും അറിഞ്ഞു. കുട്ടികൾ, വൃദ്ധന്മാർ, പുരുഷന്മാർ, സ്ത്രീകൾ എന്നിവർ ഏറ്റവും ഉച്ചത്തിൽ ഈ വാർത്ത അറിയിച്ചുകൊണ്ട് അങ്ങുമിങ്ങും ഓടിനടന്നു. മഹർഷിമാർ, വിദ്വാൻമാർ, ഗുരുനാഥന്മാർ, പൗരപ്രമുഖർ, ചതുരംഗപ്പട സുമന്ത്രരുടെ നേതൃത്വത്തിൽ 3 രാജ്ഞിമാരും മന്ത്രിമാരുമടങ്ങിയ സംഘത്തെ ശത്രുഘ്നനോടൊപ്പം മുൻപിൽ നടത്തി നയിച്ചുകൊണ്ട് ഭരതൻ രാമനെ സ്വീകരിക്കാൻ ചെന്നു. അയോധ്യയിൽ പ്രവേശിക്കുമ്പോൾ രാമൻ ചുറ്റുമുള്ള വാനരന്മാർക്കും ബാക്കിയുള്ളവർക്കും നഗരത്തിന്റെ സൗന്ദര്യത്തെപ്പറ്റി വർണ്ണിച്ചുകൊടുക്കുകയായിരുന്നു. ഹേ സുഗ്രീവ, അംഗദ, വിഭീഷണ, അയോധ്യ ദിവ്യനഗരിയാണ്. നഗരത്തിന്റെ ആകർഷകത്വങ്ങളെപ്പറ്റി രാമന്റെ ഉത്സാഹപൂർണമായ വർണ്ണനകൾക്കിടയിൽ ഭരതൻ സൈന്യത്തോടും സഹോദരൻ, രാജ്ഞിമാർ എന്നിവരോടും കൂടി പ്രത്യക്ഷപ്പെട്ടു. ഹേമചന്ദ്രന്റെ ദർശനത്തിൽ സമുദ്രം ആനന്ദത്താൽ ഉയർന്നുവരുന്നതുപോലെ ജനലക്ഷങ്ങൾ രാമചന്ദ്രദർശനത്തിൽ ആനന്ദത്താൽ ദീർഘനിശ്വാസം വിട്ടു. അവയുടെ ചിത്തോദ്വേഗം ആകാശത്തോളമെത്തി. അമ്മമാർ ഹർഷോന്മാദത്തിൽ രാമനെ ആശ്ലേഷിച്ചു. ആനന്ദപ്രവാഹത്തിൽപ്പെട്ട് ആത്മവിസ്മൃതി അനുഭവിച്ചു. സീതയും രാമനും ലക്ഷ്മണനും അമ്മമാരുടെ പാദങ്ങളിൽ നമസ്കരിച്ചു. ഇരുവരുമുണ്ടായ ആനന്ദം അതിരറ്റതായിരുന്നു. രാമൻ ഭരതനെ അടുത്തെ വിളിച്ച് ശരീരം ക്ഷീണിച്ചത് കണ്ട് വേദനിച്ചു. പ്രേമപൂർവ്വം അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുകയും ഉപദേശിക്കുകയും ചെയ്തു. ജനങ്ങളുടെ നേരെ ഭരതനുള്ള ഭക്തിയെയും വാത്സല്യത്തെയും രാമൻ ഉറക്കെ പ്രശംസിച്ചു. സീത, രാമൻ, ലക്ഷ്മണൻ എന്നിവർ വസിഷ്ഠൻ, ജാബാലി, വാമദേവൻ എന്നീ മഹർഷിമാരെ കണ്ട ഉടനെ നമസ്കരിച്ചു. മഹർഷിമാരിൽ ഏറ്റവും തപോനിഷ്ഠനായ ആളുകൾക്കുപോലും രാമനുമായുള്ള പുനഃസമാഗമത്തിലുണ്ടായ ആനന്ദബാഷ്പം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. നൂറ്റാണ്ടുകാലം വിജയപൂർവ്വം ജീവിച്ചാലും നൂറ്റാണ്ടുകാലം ക്ഷേമതയാർ ചൊല്ലി അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു. വേദപണ്ഡിതന്മാരുടെ മുമ്പാകെ ഭക്ത്യാദരങ്ങളോടെ ദണ്ഡനമസ്കാരം ചെയ്തു. രാമൻ പലവട്ടം അവരോട് എഴുന്നേൽക്കാൻ പറഞ്ഞുവെങ്കിലും എഴുന്നേൽക്കാനോ ആ പാദപദ്മങ്ങളുടെ പിടിവിടാനോ അവർക്ക് കഴിഞ്ഞില്ല. ലക്ഷ്മണനും രാമനും ഒത്തുചേർന്ന് അവരെ എഴുന്നേൽപ്പിക്കുകയുണ്ടായി. സഹോദരന്മാർ ഉത്കടമായ സ്നേഹവാത്സല്യങ്ങളോടെ അന്യോന്യം ആശ്ലേഷിച്ചു. ഓരോരുത്തരും ആനന്ദത്തിന്റെയും ആശ്വാസത്തിന്റെയും അശ്രുക്കൾ പൊഴിച്ചു. അവരുടെ മനസ്സിൽ സന്തോഷം നിറഞ്ഞു. അതുകാരണം അവരുടെ നിസർഗ സൗന്ദര്യം ഒന്നുകൂടി തിളങ്ങി. ശാരീരിക സൗന്ദര്യത്തിന്റെ ഉന്നത നിലയിൽ അവർ പ്രശോഭിച്ചു. വിയോഗത്തിന്റെ വിഷാദം സംയോഗത്തിന്റെ ആനന്ദത്തിന് വഴിമാറിക്കൊടുത്തു. അവർ പരമാനന്ദപയോനിധിയുടെ ആഘാതതയിലായിരുന്നു. സുഗ്രീവൻ, നളൻ, നീലൻ, അംഗദൻ എന്നിവരും മറ്റുള്ളവരും അവസരത്തിനനുഗുണമായ വിധം സുന്ദരരൂപങ്ങൾ സ്വീകരിച്ചു. രാമന്റെ അനുയായികളെ കണ്ട പൗരന്മാർക്ക് വളരെ സന്തോഷമുണ്ടായി. ഭരതന്റെ ഉഗ്രനിഷ്ഠകളെപ്പറ്റി അവർ പല രീതിയിലും പ്രകീർത്തിച്ചു. അവയുടെ സദ്ഫലങ്ങളെ സ്വാഗതം ചെയ്യുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ വിശിഷ്ടഗുണങ്ങളെ വിലയിരുത്തി. നഗരവാസികളുടെ വിശ്വാസത്തെയും ഭക്തിയെയും രാമൻ വളരെ ശ്ലാഘിച്ചു. അവിടുന്ന് വാനരന്മാരെയും വിഭീഷണനെയും വിളിച്ചു ചുറ്റും നിർത്തി സഹോദരന്മാർക്കും ഗുരുഭൂതന്മാർക്കും പരിചയപ്പെടുത്തി.
അതിനുശേഷം അവരെ രാജമാതാക്കളുടെ സമീപം കൂട്ടിക്കൊണ്ടുപോയി. എന്റെ അമ്മമാരാണിവർ എന്നു പറഞ്ഞപ്പോൾ അവരെല്ലാം രാജമാതാക്കളുടെ പാദങ്ങളിൽ നമസ്കരിച്ചു. അവർ പറഞ്ഞു, ഹാ, ഞങ്ങളെത്ര ഭാഗ്യശാലികളാണ്! ഈശ്വരനെത്തന്നെ ജന്മം കൊടുത്ത മാതാക്കളെ ഞങ്ങൾ ദർശിക്കുന്നുവല്ലോ. ഭവതിമാരെല്ലാം പൂജാർഹരാണ്. കാരുണ്യപൂർവ്വം ഞങ്ങളെ അനുഗ്രഹിച്ചാലും. കൗസല്യ പറഞ്ഞു, അല്ലയോ വാനരന്മാരേ, നിങ്ങളെല്ലാവരും എനിക്ക് രാമനെപ്പോലെ പ്രിയപ്പെട്ടവരാണ്. രാമൻ നിങ്ങളെ മറക്കാതിരിക്കട്ടെ. അവൻ എന്നും നിങ്ങളെ സംരക്ഷിക്കട്ടെ. അനന്തരം തമ്മിൽ ആലോചിച്ച ശേഷം അവർക്കായി കൊണ്ടുവന്ന രഥങ്ങളിൽ കയറി നഗരത്തിൽ പ്രവേശിച്ചു. ഓരോ വസതിയുടെയും മുമ്പിൽ കനകകലശങ്ങളിൽ മംഗളവർണ്ണജലം നിറച്ചുവെച്ചിരുന്നു. മന്ദിരാഗ്രങ്ങളിലും തെരുവീഥികളിലും കൊടികൾ കെട്ടിയിരുന്നു. രാമൻ അവരുടെ മുമ്പിലെത്തിയപ്പോൾ ചന്ദ്രികയിൽ താമരകളെന്ന പോലെ ദുഃഖം കൊണ്ട് വാടിശൂങ്ങിപ്പോയിരുന്ന ജനങ്ങളുടെ മുഖങ്ങൾ സൂര്യോദയത്തിൽ അതേ താമരകൾ പോലെ നവോന്മേഷത്തിലും സൗന്ദര്യത്തിലും വികാസം കൊണ്ടു. അവരുടെ മുഖങ്ങൾ ആകർഷകമായ സുഷ്മയോടെ പ്രശോഭിച്ചു. അവരിൽ നിന്നുയർന്ന ആർപ്പുവിളികളാലും ജയശബ്ദങ്ങളാലും ആകാശം മാറ്റുലിക്കൊണ്ടു. രാമനെ വഹിച്ച രഥം നഗരവീഥികളിൽ പ്രവേശിച്ചു. തെരുവീഥികളൊക്കെ വികാരവിശേഷം കൊണ്ടും സന്തോഷം കൊണ്ടും പൊട്ടിത്തെറിക്കുകയായിരുന്നു. അവിടുന്ന് കടന്നുപോയിക്കൊണ്ടിരുന്നപ്പോൾ ഭക്തികൊണ്ട് വീശി പ്രദർശിപ്പിക്കപ്പെട്ട ദീപങ്ങളുടെ മംഗളജാലകങ്ങൾ നക്ഷത്രങ്ങളെപ്പോലെ ശോഭിച്ചു. നഭോമണ്ഡലം ഭൂമിയിൽ നിബദിച്ചിരിക്കുകയാണോ എന്നു തോന്നി. രഥം കടന്നുപോയിക്കൊണ്ടിരുന്നപ്പോൾ ജാലകങ്ങളിലൂടെയും മറ്റും മട്ടുപ്പാവുകളിൽ നിന്നും പൗരന്മാർ അതിന്മേൽ പുഷ്പങ്ങൾ വർഷിച്ചു. നഗരവാസികളുടെ ഹർഷോന്മാദം എല്ലാ അതിരുകളും ഭേദിച്ചിരുന്നു. 3 ഭ്രാതാക്കന്മാരോടും 3 മാതാക്കളോടും കൂടി സീതയോടൊത്തിരിക്കുന്ന രാമൻ പാതയ്ക്കരികിലും തടിച്ചുകൂടിയിരുന്ന ആയിരങ്ങൾക്ക് അത്യന്തം സംതൃപ്തി നൽകി. ഈ സന്തോഷപൂർണമായ അവസരത്തിൽ സന്നിഹിതരാവാൻ കഴിഞ്ഞതുകൊണ്ട് ജീവിക്കുവാൻ സാധിച്ച തങ്ങളുടെ ഭാഗ്യത്തിൽ അവർ പരസ്പരം അനുമോദനങ്ങൾ നൽകി. രാമനും സംഘവും രാജധാനിയിലെത്തിയപ്പോൾ അന്തഃപുരത്തിലെ സ്ത്രീകളും അംഗരക്ഷകന്മാരും മന്ദിരങ്ങളിലെ ദാസീദാസന്മാരും മുമ്പോട്ടുവന്ന് പാദം കഴുകുക തുടങ്ങിയ ചടങ്ങുകളോടെ അവരെ സ്വീകരിച്ചു. അവർ രാജധാനിയിൽ പ്രവേശിച്ച ഉടൻ അയോധ്യയുടെ ചക്രവർത്തിയായി രാമനെ കിരീടധാരണം ചെയ്യിക്കാനുള്ള തീയതി കുലഗുരു പ്രഖ്യാപിച്ചു. ഈ മഹാസംഭവത്തിന് ആ തീയതി തെരഞ്ഞെടുത്തതിനുള്ള കാരണം അദ്ദേഹം വിവരിച്ചു. കിരീടധാരണ കർമ്മം പൂർത്തിയാക്കുന്നതിനായി വേദങ്ങൾ ആധികാരികമായി ആചരിക്കുന്നവരും ആഘോഷങ്ങളിൽ പങ്കുകൊള്ളാനുമായി അദ്ദേഹം എല്ലാ പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും ക്ഷണിച്ചു. അവർ വസിഷ്ഠന്റെ തീരുമാനത്തെ അഭിനന്ദിച്ചു. കാരണം അവർ പറഞ്ഞു, ഇപ്രകാരം ആഘോഷിക്കപ്പെടുന്ന ഒരു കിരീടധാരണം എല്ലാ മനുഷ്യർക്കും ശാന്തിയും ക്ഷേമവും പ്രദാനം ചെയ്യും. വസിഷ്ഠൻ സുമന്ത്രരെ ഇപ്രകാരം അറിയിച്ചു, രാമന്റെ പട്ടാഭിഷേകം ആഘോഷിക്കാനായി എല്ലാ സൈന്യവിഭാഗങ്ങളെയും ഒരുക്കി നിർത്തുക. കുതിരപ്പട, ആനപ്പട, രഥങ്ങൾ, കാലാൾപ്പട ഇവയെല്ലാം നഗരത്തിൽ നിർത്തുക. ഈ വാക്കുകൾ സുമന്ത്രരെ വളരെ സന്തോഷിപ്പിച്ചു. അദ്ദേഹം സൈന്യത്തിന്റെ സമ്പൂർണമായ സാന്നിധ്യത്തിനായി ആജ്ഞ പുറപ്പെടുവിച്ചു. ആനകൾ, കുതിരകൾ, രഥങ്ങൾ എന്നിവയെ സന്ദർഭത്തിന്റെ ഗൗരവത്തിനനുസരിച്ച് അലങ്കരിച്ച് നഗരവാതിലിനു പുറത്ത് തിങ്ങിഞ്ഞെരുങ്ങി അണിനിരത്തി. കുതിരപ്പടയാളികളും കാലാൾ വിഭാഗവും വർണ്ണോജ്വലമായ വേഷവിധാനങ്ങളോടുകൂടി ആഘോഷത്തിന് നഗരത്തിലേക്ക് പ്രവേശിക്കുവാൻ ഒരുങ്ങിനിന്നു. അഭിഷേകത്തിനാവശ്യമായ സാധനങ്ങൾ ശേഖരിക്കുന്നതിനായി ദൂതന്മാരെ നാനാഭാഗങ്ങളിലേക്കും അയച്ചു. നഗരം മുഴുവൻ ആനന്ദത്താൽ ആവേശകൊണ്ടു. തങ്ങളുടെ മന്ദിരങ്ങളും തെരുവീഥികളും അലങ്കരിക്കുന്നതിൽ പൗരന്മാർ മത്സരിച്ചു. നഗരത്തിന്റെ ഭംഗി നുകരുന്നതിന് തങ്ങളുടെ 2 കണ്ണുകൾ മതിയാവുകയില്ലെന്ന് ജനങ്ങൾക്കു തോന്നി. തന്നെ അനുഗമിച്ചിരുന്നവരുടെ സുഗ്രീവൻ, വിഭീഷണൻ, അംഗദൻ, നീളൻ, നളൻ തുടങ്ങിയവരുടെ കാര്യത്തിൽ രാമൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. അവരെ സുഖം വസിപ്പിക്കുന്നതിനും അവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിനും എല്ലാ സൗകര്യങ്ങളും ചെയ്തിരിക്കണമെന്ന് രാമൻ ആജ്ഞാപിച്ചു. അതിനനുസരിച്ച് അതിഥികളുടെ സുഖസൗകര്യങ്ങൾക്കുള്ള ഏർപ്പാടുകൾ പൂർത്തിയാക്കുന്നതിന് രാജധാനിയിൽ പരിചാരകർ തിരക്കിട്ട് ശ്രമിച്ചു. രാമൻ ഭരതനെ വിളിച്ച് വർഷങ്ങളായി ശ്രദ്ധിക്കപ്പെടാത്ത നിലയിലിട്ടിരുന്ന ഭരതന്റെ കേശം സഹസ്തങ്ങളാൽ തന്നെ കോതിമിനുക്കി. ഭരതൻ സ്നാനം ചെയ്തപ്പോൾ 3 സഹോദരന്മാരും പുണ്യജലം ഒഴിച്ചുകൊടുത്തു. തന്റെ ജട പിടിച്ച തലമുടിയുടെ ജട വേർപ്പെടുത്തുന്നതിനും സ്നാനം ചെയ്യുന്നതിനും വസിഷ്ഠന്റെ നിർദ്ദേശം ലഭിച്ചിരുന്നു. ഇതിനിടയിൽ രാജമാതാക്കൾ സീതയെ സ്നാനം ചെയ്യിച്ചു. അവരുടെ ജടപിടിച്ച കേശം സൂക്ഷ്മതയോടെ വേർപ്പെടുത്തി കോതിമിനുക്കി മഞ്ഞപ്പട്ട് ധരിപ്പിച്ചു. ധാരാളം ആഭരണങ്ങളും അണിയിച്ചു. സീത ലക്ഷ്മീദേവിയെപ്പോലെ ശോഭിച്ചു. സീത രാമന് സമീപം ചെന്ന് വാമഭാഗത്തിരുന്നു. രാമനും സീതയും ഒന്നിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ 3 അമ്മാരും പരമാനന്ദമനുഭവിച്ചു. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഭാഗ്യമുള്ള ദിവസം ഇന്നാണ്. ഇന്ന് നമ്മുടെ ജീവിതം സാഫല്യമടഞ്ഞു. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട അഭീഷ്ടം സാധിച്ചിരിക്കുന്നു. ഇന്ന് നമ്മുടെ കണ്ണുകൾ അവയുടെ ആവശ്യം സാക്ഷാത്കരിച്ചിരിക്കുന്നു. അവർ സ്വയം പറഞ്ഞു. രാമനെയും സീതയെയും വീക്ഷിച്ചുകൊണ്ട് രാമനെ ഭഗവാൻ നാരായണനായും
സീതയെ മഹാലക്ഷ്മിയായി മനസ്സിലാക്കി അവർ തങ്ങളെപ്പറ്റിയും തങ്ങളുടെ പരിസരങ്ങളെപ്പറ്റിയും മറന്നുപോയി. രാമന്റെ മുഖത്ത് പ്രകടമായിരുന്ന ജ്യോതിസ് വസിഷ്ഠമഹർഷിയുടെ വികാരങ്ങളെ സ്പർശിച്ചിരുന്നു. രാമസ്വരൂപത്തിന്റെ ദിവ്യമായ ദീപ്തിപുരം കണ്ട അദ്ദേഹത്തിന് അതിരറ്റ ആനന്ദമുണ്ടായി. ഞാനിതുവരെ പ്രതീക്ഷിച്ചിരുന്ന ലക്ഷ്യം എനിക്കിന്ന് സാധിച്ചിരിക്കുന്നു. അദ്ദേഹം ആ ആനന്ദത്തെപ്പറ്റി തന്നെ ചിന്തിച്ചുകൊണ്ട് പരമാനന്ദപൂർണനും നിശ്ശബ്ദനുമായിത്തീർന്നു. അദ്ദേഹം പരിചാരകന്മാരെ വിളിച്ച് അഭിഷേകസിംഹാസനം കൊണ്ടുവന്നുവെക്കാൻ നിർദ്ദേശം നൽകി. സൂര്യനെപ്പോലെ ഉജ്ജ്വലമായി പ്രകാശിച്ചുകൊണ്ടിരുന്ന വിവിധങ്ങളായ രത്നക്കല്ലുകൾ പതിച്ചതായിരുന്നു ആ സിംഹാസനം. രാമൻ വസിഷ്ഠന്റെയും മറ്റു മന്ത്രിമാരുടെയും മുമ്പാകെ നമസ്കരിച്ചു. രാജമാതാക്കളുടെ പാദങ്ങളിലും പ്രണമിച്ചു. ഗുരുജനങ്ങളും പൊതുജനങ്ങളും ഉൾക്കൊള്ളുന്ന മഹാസദസ്സിനു മുമ്പാകെയും അവിടുന്ന് നമസ്കരിച്ചു. സീതയാൽ അനുഗതനായി സിംഹാസനാരോഹണത്തിൽ ആ മഹാസദസ്സ് അത്യാഹ്ലാദം അനുഭവിച്ചു. ഗാംഭീര്യവും പ്രഭാവവും മുറ്റിനിന്ന ഈ അതുല്യമായ ദൃശ്യം മഹർഷിമാർ, ഗുരുജനങ്ങൾ, ഗുണകാംക്ഷികൾ ഇവരുടെയെല്ലാം ഹൃദയം ആനന്ദം കൊണ്ടും നിറഞ്ഞതിരുന്നു. കൃതജ്ഞത കൊണ്ടുമായ വേദമന്ത്രങ്ങൾ ചൊല്ലി. വസിച്ച് ജനാവലി, ആകാശം പൊട്ടിവിടേണക്കുമോ എന്ന് ഭയപ്പെടേണ്ട നിലയിൽ അത്യുച്ചത്തിലിടയ്ക്കിടെ ജയശബ്ദങ്ങൾ ഉദ്ഘോഷിച്ചു. അത് വൈശാഖമാസത്തിലെ കൃഷ്ണപക്ഷത്തിൽ 7-ാം ദിവസമായിരുന്നു. സദസ്സിന്റെ സമ്മതത്തോടുകൂടിയും ബ്രാഹ്മണരുടെ അംഗീകാരത്തോടുകൂടിയും വസിഷ്ഠൻ ചക്രവർത്തിയുടെ അധികാരമുദ്ര രാമന്റെ നെറ്റിയിൽ ചൂട്ടിക്കെട്ടി. കൗസല്യാദേവി ഇടയ്ക്കിടെ രാമനെ നോക്കി പരമാനന്ദം അനുഭവിച്ചു. ഭ്രാതാക്കന്മാരുടെ ലക്ഷ്മണന്റെയും ഭരതന്റെയും ശത്രുഘ്നന്റെയും ആനന്ദത്തെപ്പറ്റി എന്തു പറയാനാണ്? അത് വാചാമഗോചരമായിരുന്നു. അവർ രാമന്റെ സേവകർ എന്ന നിലയിൽ വെഞ്ചാമരവും വെൺകൊറ്റക്കുടയും പിടിച്ചുകൊണ്ട് സിംഹാസനത്തിന്റെ പിന്നിൽ നിൽക്കുകയായിരുന്നു. വാസ്തവത്തിൽ അവരിന്നനുഭവിക്കുന്ന പരമാകാശയിലുള്ള പരമാനന്ദത്തിനായി ഈ വർഷങ്ങളത്രയും തപസ്സനുഷ്ഠിക്കുകയായിരുന്നു. ദേവന്മാർ ആകാശത്തിൽ വിജയവാദ്യം മുഴക്കി. സ്വർഗഗായകർ സ്തുതിഗീതങ്ങൾ പാടി നർത്തകിമാർ ആനന്ദനൃത്തം ചെയ്തു. വിഭീഷണൻ, സുഗ്രീവൻ, അംഗദൻ, ഹനുമാൻ, ജാംബവാൻ, നളൻ, നീലൻ, ദധിമുഖൻ, വിന്ദൻ, മൈന്ദൻ ഈ വീരന്മാർ അമ്പും വില്ലും വാളും കുന്തവും മറ്റുള്ള ആയുധങ്ങളും ധരിച്ച് സിംഹാസനത്തിന്റെ ഇരുവശങ്ങളിലും ഭക്ത്യാദരങ്ങളോടുകൂടി നിലകൊണ്ടു. സീതയോടൊപ്പമുള്ള ശ്രീരാമൻ ലക്ഷക്കണക്കിൽ മന്മഥന്മാർ ഒന്നായി ചേർന്നാലുള്ള സൗന്ദര്യം പ്രകടമാക്കി. രഘുവംശപ്രഭുവിന്റെ ദിവ്യസൗഭാഗ്യത്തിൽ ദേവന്മാർ വശീകൃതരായി. കനകനൂലുകൾ ചേർത്തു നെയ്തെടുത്ത പട്ടായിരുന്നു രാമൻ ധരിച്ചിരുന്നത്. അത്യുജ്വലമായി പ്രകാശിക്കുന്ന രത്നക്കല്ലുകൾ പതിച്ച കർണാഭരണങ്ങളും അവിടുന്ന് ധരിച്ചു. കങ്കണങ്ങളിലും മണിബന്ധങ്ങളിലും അണിഞ്ഞിരുന്ന ആഭരണങ്ങൾ രാമന്റെ സർവാകർഷകമായ സൗന്ദര്യത്തിൽ നിന്നും ശോഭയുൾക്കൊണ്ട് വിളങ്ങി. ഈ സംഭവത്തിന്റെ ഉദാത്തതയിലും രാമന്റെ പ്രഭാവത്തിലും 3 ലോകങ്ങളും അമിതാഹ്ലാദം കൊണ്ടു. ആ രംഗം വീക്ഷിച്ചിട്ടുള്ളവർ ജീവിക്കുന്നവരിൽ അതിഭാഗ്യവാന്മാരാണ്. സമുദ്രാധീശനായ വരുണൻ രാവണൻ സമ്മാനമായി നൽകിയിരുന്ന കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു രത്നമാലയുമായി വിഭീഷണൻ വന്നു. സീത അതു സ്വീകരിച്ചു. അതുല്യമായ ഒരു രത്നം പോലെ എല്ലാവർക്കും തോന്നിയ അതിന്റെ അത്യുജ്വലകാന്തി ആ വിശാലമായ സദസ്സിൽ സർവത്ര പരന്നു. എന്നാൽ മാല കയ്യിൽ പിടിച്ചുകൊണ്ട് അവർ ചോദ്യരൂപത്തിൽ രാമനെ നോക്കി. ദേവിയുടെ മനോഗതമെന്താണെന്ന് രാമനറിയാമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, സീതേ, ഇവിടെയുള്ളവരിൽ നിന്റെ കാരുണ്യം ഏറ്റവുമധികം അർഹിക്കുന്ന ആൾക്ക് നിനക്കിത് സമ്മാനമായി നൽകാം. ഒരു നിമിഷനേരം സീത ചിന്തിച്ചു. പിന്നെ ഹനുമാനെ നോക്കി. ആ നോട്ടത്തിലെ കാരുണ്യം, ദയ എന്നിവ കണ്ട് ഹനുമാൻ വിനയപൂർവ്വം സീതാസമീപം ചെന്നു. ദേവി ആ മാല മാരുതിക്ക് നൽകി. അദ്ദേഹം അത് തിരിച്ചും മറിച്ചും നോക്കി. അതിന്റെ പ്രഭാലത സദസ്സിലെ സർവരെയും വശീകരിച്ചു. അടക്കാനാവാത്ത ജിജ്ഞാസയോടെ അതിന്റെ പ്രത്യേകതയെന്തെന്നറിയാൻ ഹനുമാൻ ഓരോ രത്നവും പറിച്ചെടുത്ത് പല്ലിനടിയിൽ വെച്ച് കാതിനടുത്ത് വെച്ച് നിരാശാദ്യോതകമായ മുഖത്തോടുകൂടി അടുത്ത നിലയിൽ വലിച്ചെറിഞ്ഞു. ഈ പെരുമാറ്റം എല്ലാ കണ്ണുകളും അമ്പരപ്പോടുകൂടി വീക്ഷിക്കുന്നുണ്ടായിരുന്നു. അവർ സ്തബ്ധരായി നിന്നു. അതേ ഉദാത്തമായ രീതിയിൽ അവസാനത്തെ രത്നവും കൈകാര്യം ചെയ്യുന്നതുവരെ ആരും തന്നെ തടസ്സപ്പെടുത്തുകയോ കുറ്റം പറയുകയോ ആക്ഷേപിക്കുകയോ ചെയ്തില്ല. പരസ്പരം മന്ത്രിച്ചുകൊണ്ട് പ്രതിഷേധിക്കാനേ അവർക്ക് കഴിഞ്ഞിട്ടുള്ളൂ. സീത ഏറ്റവും സ്നേഹത്തോടും കരുണാർദ്രതയോടും കൂടി സമ്മാനിച്ച ആ രത്നമാല ഇത്തരത്തിൽ കൈകാര്യം ചെയ്യുന്ന ഈ കുരങ്ങനാര്? ഇതായിരുന്നു എല്ലാവരുടെയും മനസ്സിലെ ചോദ്യം. താൻ കൊണ്ടുവന്നിരുന്ന വിലമതിക്കാനാവാത്ത ആഭരണം ഇത്രയധികാരത്തോടുകൂടി ഹനുമാൻ അപമാനിച്ചതിൽ വിഭീഷണനും ഭേദമുണ്ടായിരുന്നു. അവനത് വലിച്ചുപറിച്ച് കഷ്ണം കഷ്ണങ്ങളാക്കി.